അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3058. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഹദീസുകളോടുള്ള താല്പര്യം, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖീല, ചോദിക്കപ്പെട്ടു നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയം നേടുന്ന ആൾ ആരാണ്? തങ്ങളുടെ ഷഫാഅത്ത് കിട്ടിയിട്ട് കൂടുതൽ വിജയം നേടുന്ന ആൾ അതാരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖദ് ലനൻതു യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ വിചാരിച്ചു, അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ കുറിച്ച് എന്നോട് ചോദിക്കില്ല എന്ന്, അഹദ്, ഒരാളും, അവലുമിക്ക, നിന്നേക്കാൾ ആദ്യം, ഈ വിഷയം ആദ്യം ചോദിക്കുന്നത് നീയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ മുമ്പ് ഈ വിഷയം വേറെ ഒരാളും ചോദിക്കില്ല എന്നെനിക്കറിയാം. കാരണം ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസുകളോടുള്ള നിന്റെ അമിതമായ താല്പര്യം, നിന്റെ അത്യാഗ്രഹം, അത് കിട്ടണം, പഠിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം, ഇത് നിനക്കുണ്ട്. ഈ ഒരു ഹിർസ് കാരണം നീ ആയിരിക്കും ഈ വിഷയം എന്നോട് ആദ്യം ചോദിക്കാന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറുപടി ഇതാണ്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയം കൊയ്തെടുക്കുന്ന ആൾ, എൻ്റെ ഷഫാഅത്ത് കിട്ടുന്ന ആൾ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, മനസ്സിൽ നിന്ന് ഇഖ്ലാസോടുകൂടെ മറ്റൊരു ചിന്തയും അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന തൗഹീദിൻ്റെ കലിമത്ത് പ്രഖ്യാപിച്ചവനാണ്, ഖൽബിൻ്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് പ്രഖ്യാപിച്ചവൻ. അല്ലെങ്കിൽ നഫ്സ് എന്നാണ് ഇവർ പറഞ്ഞത്, നഫ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് പ്രഖ്യാപിച്ചവൻ, മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചവൻ, ഇവനാണ് എൻ്റെ ഷഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയിക്കുന്നത്. അഥവാ മുസ്ലിമായ മനുഷ്യനാണ്, അവർക്കാണ് എൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നത്, ഖൽബിനുള്ളിൽ ഈമാനുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആഖിറത്തിൽ ഏറ്റവും രക്ഷ നേടുന്ന, ഷഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന ആളെക്കുറിച്ച് റസൂൽ പരിചയപ്പെടുത്തി. മറ്റൊന്ന്, ഹദീസുകളോടുള്ള താല്പര്യം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം പുകഴ്ത്തി പറഞ്ഞു എന്നതാണ്. വളരെ പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ നബി തങ്ങൾ കണ്ട ഒരു കാര്യമാണ് ഹദീസുകളോടുള്ള മിതമായ താല്പര്യം. അത് നല്ലതാണ്. നബി തങ്ങളുടെ ഹദീസ് കൂടുതൽ പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ അത് ആഖിറത്തിൽ വലിയ നേട്ടമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ലഭിക്കാൻ കാരണമാണ്. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മുടെ ഹദീസ് ക്ലാസ്സുകളെയൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.